കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന വചനങ്ങൾ: എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. അവർ ഇനിയും സുരക്ഷിതരായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടതിന് ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ നിയമിച്ചാക്കും. എന്നതിന് മുൻപുള്ള കാലത്തെ എന്ന പോലെ ദുഷ്ടന്മാർ അവരെ ഇനി പീഡിപ്പിക്കുകയില്ല. ശത്രുക്കളിൽ നിന്നും നിനക്ക് ഞാൻ ശാന്തി നൽകും. നിന്നെ ഒരു വംശമായി വളർത്തുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. 2 സാമുവേൽ 7:11. എൻ്റെ കൽപ്പനകൾ സ്വീകരിച്ചു എൻ്റെ മാർഗങ്ങളിൽ ചരിക്കുകയും എൻ്റെ ദാസനായ ദാവീദിനെ പോലെ എൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കുകയും ചെയ്തതുകൊണ്ട് എൻ്റെ ദൃഷ്ടിയിൽ നീതി പ്രവർത്തിച്ചാൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദാവീദിനോടെന്ന പോലെ നിനക്ക് സ്ഥിരമായ ഒരു ഭവനം ഞാൻ പണിയും. ഇസ്രായേലിനെ നിനക്ക് നൽകുകയും ചെയ്യും. 1 രാജാക്കന്മാരുടെ പുസ്തകം 11 അധ്യായം 38 വാക്യം. നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിലെ തിരശ്ശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക. യെശയ്യാ 54:2. നിനക്ക് കൂടാരം അടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരിക്കുന്നു. നിങ്ങൾക്ക് വഴി കാട്ടുവാനായി അവിടുന്ന് രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുൻപേ സഞ്ചരിക്കുന്നു. നിയമാവർത്തന പുസ്തകം 1 അധ്യായം 33 വാക്യം. കർത്താവിൻ്റെ വചനം. ഈ വചനത്താൽ കർത്താവ് നമ്മെ എല്ലാവരെയും ശുദ്ധീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കും, ഭവനം പണിയും. കർത്താവ് ചെയ്തു തരാൻ കഴിവുള്ള എല്ലാ നന്മകളും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. പക്ഷെ നമ്മുടെ ഹൃദയം എപ്പോഴും കർത്താവിലായിരിക്കണം. കർത്താവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഇന്നും ഞാൻ കർത്താവിനെ തേടി എനിക്ക് ഇന്ന് ഉത്തരമഴി എന്ന് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ അത്രത്തോളം കർത്താവിനോട് ലയിച്ച് ചേരണം. ദൈവത്തിലായിരിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നടക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. ദൈവം എനിക്കിതെല്ലാം ചെയ്തു തരാൻ കഴിവുള്ളവനാണ്. ആ കരങ്ങളിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന മക്കളായി നമുക്ക് ജീവിക്കാം. ഈ കേട്ട വചനങ്ങളെല്ലാം നമുക്ക് ദൈവം ദാനമായി നൽകിയതാണ്. ഈ വചനത്തെ വായിക്കുക, ധ്യാനിക്കുക, ഈ വചനം കേൾക്കുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഓർക്കുന്നു, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വന്തമായി ഭൂമിയും ഭവനവും ഇല്ലാത്ത മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, രോഗികളായിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലിയില്ലാതെ വലയുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്കായി പോകുന്നവർ ഒരുപാട് പീഡനങ്ങൾ സഹിക്കുന്ന, ഭക്ഷണം പോലും സമയത്തിന് കിട്ടാത്ത അവസ്ഥയിൽ കടന്നു പോകുന്ന മക്കളുണ്ട്. കർത്താവേ, അവരെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പിതാവേ, പ്രാർത്ഥന വിളിച്ച് ചോദിച്ച എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവേ, അതോടൊപ്പം ഓരോ വീട്ടിലും ദൈവമേ വളരെ വേദനകളിലൂടെ കടന്നു പോകുന്ന ഭവനങ്ങളുണ്ട്. അപ്പാ, എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാൻ കഴിയാത്ത വിധത്തിൽ ജീവിക്കുന്ന മക്കളുണ്ട്. അവരുടെ എല്ലാം ജീവിതങ്ങളെ കർത്താവ് ധന്യമാക്കണമേ. അവരുടെ എല്ലാം ഭവനങ്ങളിൽ അങ്ങ് കടന്നു ചെല്ലുന്ന കർത്താവേ, അവർക്ക് ശുഭകരമായ ഭാവി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിക്കുവാൻ കഴിവുള്ള കരത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവജനത്തെയും, ലോകം മുഴുവനുമുള്ള എല്ലാ ദൈവജനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവേ, എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ അതീവ സ്നേഹം അവരുടെ മേൽ ഒഴുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഹല്ലേലൂയ. അങ്ങ് പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. എൻ്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ അങ്ങേ അറിയുന്ന ഓരോ മക്കളും പരിശുദ്ധിയിലും വിശുദ്ധിയിലും നിറയുവാൻ കർത്താവ് സഹായിക്കണമേ. അപ്പാ, അങ്ങയുടെ കൃപയിൽ നിറയ്ക്കണമേ, പൊതിയണമേ. അപ്പാ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങി ഓരോ കുടുംബങ്ങളെയും അഗ്നിയാൽ ശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഓ ഗ്ലോറി ജീസസ്, താങ്ക് യു ജീസസ്. അതോടൊപ്പം എന്നെയും എൻ്റെ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാ മക്കളോടും ചേർത്ത്, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളോടും ചേർത്ത് ഞങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു. എല്ലാ വിധത്തിലും കർത്താവ് അനുഗ്രഹിച്ച് വിശദീകരിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങളെ ഇരുപ്പാൻ
അങ്ങ് അനുവദിക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തരുന്ന എല്ലാ നന്മകൾക്കും നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പിതാവിൻ്റെ വാത്സല്യ സ്നേഹത്താൽ എല്ലാവരും നിറയ്ക്കുന്നതിനോർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.